എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം ഉത്തരാർത്ഥം അധ്യായം 54 ശ്ലോകം 51, 52, 53, 54, 55, 56, 57, 58, 59, 60 10 ശ്ലോകങ്ങളിൽ നിന്ന് നമുക്ക് നോക്കാം. ഈ 10 ശ്ലോകങ്ങളോട് കൂടിയിട്ട് ഈ 54-ാമത്തെ അധ്യായം ഇവിടെ സമാപിക്കുകയാണ്. ആ ദ്വാരകയിലെ രുക്മിണി ദേവിയെ അങ്ങോട്ട് കുടിവെച്ചു അതിഗംഭീരമായിട്ടുള്ള വിവാഹാഘോഷങ്ങൾ നടക്കണു ദ്വാരകയില്. നമുക്ക് മനസ്സുകൊണ്ട് ഇങ്ങനെ ആ വിണീവല്ലഭനായിട്ടുള്ള ഭഗവാനെ നമസ്കരിച്ചുകൊണ്ടതാ ആരംഭിക്കാം. ശുക്ലാംബരധരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമോ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 51, 52. പ്രാണാവശേഷ ഉത്സൃഷ്ടോ ദ്വിഡ്ഭിർഹതബലപ്രഭ സ്മരൻ വിരൂപകരണം വിതഥാത്മമനോരഥ. ചക്രേ ഭോജഗടം നാമ വിവാസായ മഹൽപുരം അഹത്വാ ദുർമതിം കൃഷ്ണം അപ്രത്യൂഹ്യയവീയസിം കുണ്ടിനം ന പ്രവീക്ഷ്യാമീത്യുക്ത്വാ തത്രാവസരുഷ. അങ്ങനെ ബലവും പ്രഭാവവും നശിപ്പിക്കപ്പെട്ട രുക്മി തന്റെ ആഗ്രഹങ്ങള് യാതൊന്നും സാധിക്കാത്തതിനും അതും പോരാഞ്ഞിട്ടോ വിരൂപനാക്കപ്പെട്ടു. അതും ചിന്തിച്ച് വിഷമിച്ച് പ്രാണൻ മാത്രം അവശേഷിച്ചിട്ടുണ്ട്. അങ്ങനെ ആ പ്രാണാവശേഷനായിട്ട് അവിടെ തന്നെ താമസിച്ചു. കുണ്ടിനത്തിൽ പോയി താമസിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, കുണ്ടിനത്തിൽ ഇനി പ്രവേശിക്കില്ല എന്ന്. ദുർബുദ്ധിയായ ശ്രീകൃഷ്ണനെ കൊന്ന് സഹോദരിയെ വീണ്ടെടുക്കാതെ ഇനി കുണ്ടിനപുരം പ്രവേശിക്കില്ല എന്ന് ശപഥം ചെയ്തിട്ടുണ്ട്. അപ്പൊ പിന്നെ ശത്രുക്കള് തോൽപ്പിച്ചതായിട്ടുള്ള ആ സ്ഥലത്ത് തന്നെ ഭോജകടം എന്നു പേരായ ഒരു രാജധാനി അങ്ങോട്ട് പണിയിപ്പിച്ചു രുക്മി. എന്നിട്ട് ആരോടും ജനങ്ങളോട് നാണക്കേടല്ലേ. അതുകൊണ്ട് ആരെയും ജനങ്ങളെയൊന്നും അടുപ്പിച്ചിട്ടില്ല. ജനങ്ങളോടൊന്നും ചേരാതെ അവിടെ തന്നെ ആ ഭോജകടത്തിൽ അങ്ങനെ താമസിച്ചു രുക്മി. പിന്നെ ദ്വാരകയിലെ അങ്ങടെ മഹോത്സവല്ലേ, ദ്വാരകയിൽ പോയിട്ട് കുടിവെക്കണു രുക്മിണി ദേവി. അതിഗംഭീരമായിട്ടുള്ള ആഘോഷം, ഭഗവാന്റെ ആദ്യത്തെ വിവാഹം അല്ലേ. ബലരാമസ്വാമി പറഞ്ഞു, കൃഷ്ണ തേര് വേഗം വിട്ടോളൂ, ഞാൻ നോക്കിക്കോളാം. ആർക്കെങ്കിലും എന്റെ അനുജനും രുക്മിണിയും തമ്മിലുള്ള വിവാഹം ദ്വാരകാപുരിയിൽ വെച്ച് ഗംഭീരമായിട്ട് നടത്താൻ ആഗ്രഹിക്കുന്നു. യുദ്ധം ചെയ്യുന്നവർക്ക് യുദ്ധം ചെയ്യാം, അതല്ല അവിടെ വന്ന് ആ വിവാഹാഘോഷത്തിൽ പങ്കെടുക്കണം എന്ന് വെച്ചാൽ എല്ലാവർക്കും സ്വാഗതം, എല്ലാവരും ദ്വാരകയിലേക്ക് വരാം. ബാക്കിയുള്ള രാജാക്കന്മാര് എല്ലാം കേട്ടു. അവർക്ക് ആർക്കും യുദ്ധം ചെയ്യണമെന്ന് മോഹം ഉണ്ടാവോ? പിന്നെ എല്ലാവരും തോറ്റ് ഓടി പോവുമല്ലേ. അങ്ങനെ ഗംഭീരമായിട്ടുള്ള വിവാഹ ആഘോഷങ്ങള് ദ്വാരകയില്. ഭഗവാൻ ഭീഷ്മകസുതാം ഏവം നിർജിത്യ ഭൂമിപാൻ പുരമാനീയ വിധിവതുപയേമേ കുരുത്വഃ. ശ്രീ സുഖബ്രഹ്മർഷി പറഞ്ഞു, ഹേ പരീക്ഷിത് മഹാരാജാവേ, ഭഗവാൻ ശ്രീകൃഷ്ണൻ ഇങ്ങനെ രാജാക്കന്മാരെ എല്ലാം ജയിച്ചിട്ട് രുക്മിണിയെ സ്വന്തം രാജധാനിയിൽ കൊണ്ടുവന്ന ശേഷം അത്രപ്രകാരം വിവാഹം കഴിച്ചു. തദാ മഹോത്സവോ നൃണാം യദുപുര്യാം ഗൃഹേ ഗൃഹേ അഭൂതനന്യഭാവാനാം കൃഷ്ണേ യദുപദോ നൃപ. യദുപുരിയിൽ വസിക്കുന്ന സകല ജനങ്ങളുടെയും ഗൃഹത്തിൽ അവരുടെ നാഥനായും നിരുപാധിക പ്രേമ വിഷയമായിരിക്കുന്ന ശ്രീകൃഷ്ണന്റെ കല്യാണ അവസരത്തില് ഹേ രാജാവേ, മഹോത്സവം ജനങ്ങൾ കൊണ്ടാടി. ശരിയായി പരിപാലിക്കുന്ന രാജാവിനുള്ള സന്തോഷ സന്താപങ്ങള് പ്രജകള് വിഭജിച്ച് അനുഭവിക്കുന്ന സമ്പ്രദായം അങ്ങേക്ക് നന്നായിട്ട് അറിയൂലോ. അത്രയും ജനങ്ങളെ സ്നേഹിക്കുന്ന രാജാക്കന്മാര്
ഭരിക്കുന്ന ആ നാട്ടില് ജനങ്ങളെല്ലാവരും രാജാവിന്റെ ഏത് ആഘോഷത്തിലും വളരെ സന്തോഷമായിട്ട് പങ്കെടുക്കും അല്ലെ. അത് അങ്ങേക്ക് അറിയാലോ. പരീക്ഷിത് മഹാരാജാവ് അങ്ങനെയുള്ള ഒരു രാജാവാണല്ലോ. അതാണ് ശ്രീ ശുക ബ്രഹ്മർഷി ഉദ്ദേശിക്കുന്നത്. നരാനാര്യശ്ച മുദിതാഃ പ്രമൃഷ്ടമണികുണ്ടലാ പാരിബർഹമുപാജഹ്രു വരയോ ചിത്രവാസസോ. ദ്വാരകയിലുള്ള ജനങ്ങൾക്കെല്ലാം വളരെ സന്തോഷം. ഭഗവാന്റെ വിവാഹം. എല്ലാവരും ഏറ്റവും നല്ല വിശേഷമായിട്ടുള്ള വസ്ത്രങ്ങള്, പട്ടുവസ്ത്രങ്ങളും, എല്ലാവരും ഏറ്റവും സുന്ദരമായ വസ്ത്രങ്ങളാണ് ധരിച്ചത്. അതുപോലെ സ്ത്രീകളെല്ലാവരും അതിമനോഹരമായ ആഭരണങ്ങള് ഇതെല്ലാം ധരിച്ച് ഇത്രയും സന്തോഷമാണ്. എവിടെ നോക്കിയാലും ആഘോഷങ്ങൾ മാത്രം. ദ്വാരക മുഴുവൻ ഇങ്ങനെ ഗംഭീരമായിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. കൊട്ടും വാദ്യവും ഘോഷങ്ങളോട് കൂടിയിട്ടാണ് എവിടെ നോക്കിയാലും. അത്ര ഗംഭീരമായിട്ടുള്ള ആഘോഷങ്ങൾ നടക്കണു. അപ്പോഴോ വധൂവരന്മാരുടെ വിചിത്ര വസ്ത്രാഭരണങ്ങളാണെന്ന്, അലങ്കാരങ്ങളാണെന്നാണ് പറയുന്നത് വധൂവരന്മാർക്ക്. അപ്പൊ എല്ലാവരും അവരവർക്ക് കഴിയുന്ന അവരവരുടെ ശക്തിക്ക് അനുസരിച്ചിട്ടുള്ള വിശേഷമായിട്ടുള്ള സമ്മാനങ്ങള് സമർപ്പിച്ചു വധൂവരന്മാർക്ക് ജനങ്ങളെല്ലാവരും. സാ വൃഷ്ണിപുര്യത്തഭിതേന്ദ്രകേതുഭി വിചിത്രമാല്യാംബരരത്നതോരണൈ ബഭൗ പ്രതിദ്വാരുപക്ലിപ്തമംഗളൈ ആപൂർണകുംഭാഗുരുധൂപദീപകൈ. കല്യാണ സമയത്തിലുണ്ടായ ആഘോഷം കാണിക്കാൻ, ആഘോഷത്തിനെ പറ്റി ഇതാ ഗംഭീരമായിട്ട് വർണ്ണിക്കണം. ആ യദുപുരിയില് എല്ലാ ഭാഗത്തും കൊടിക്കൂറകൾ ഇങ്ങനെ ഉയർത്തി കെട്ടിയിട്ടുണ്ട്. എല്ലാ ഗൃഹങ്ങളിലും വിശേഷ വർണ്ണകാന്തികളുള്ള പൂക്കൾ കൊണ്ട് കെട്ടിയ മാലകളും പട്ടുവസ്ത്രങ്ങളും മരതക തോരണങ്ങളും കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട് വീടുകൾ മുഴുവനും. പടിപ്പുരകളുടെ മുൻഭാഗങ്ങളിലൊക്കെ നിറച്ച് മലർപ്പറകൾ വെച്ചിട്ടുണ്ട്. മലരിങ്ങനെ വെതറിയിരിക്കുക ആ മുൻഭാഗത്തൊക്കെ. പിന്നെ ഗൃഹത്തിന്റെ കിഴക്ക് ഭാഗത്തൊക്കെ പൂർണ്ണ കുംഭങ്ങള്, ധൂപദീപങ്ങള് മുതലായവ വെച്ച് വധൂവരന്മാരെ മംഗളാശംസകൾ ചെയ്യുന്ന ഘോഷങ്ങള്. അങ്ങനെ എവിടെ നോക്കിയാലും ഗംഭീര ആഘോഷം തന്നെ. അങ്ങനെ യദുപുരി എങ്ങും പ്രകാശിച്ചു കൊണ്ടിരുന്നു. സിക്തമാർഗമതച്ചുദ്ഭി ആഹൂതപ്രേഷ്ടഭൂഭുജാം ഗജേദ്വാസു പരാമൃഷ്ട രംഭാപൂഗോപശോഭിത. ശ്രീകൃഷ്ണന്റെ സ്നേഹിതന്മാരായിട്ടുള്ള പ്രബല രാജാക്കന്മാരെ എല്ലാവരും കല്യാണത്തിന് ക്ഷണിച്ചിട്ടുണ്ട്. അപ്പൊ അവര് എല്ലാവരും ഒരുമിച്ച് ആന, തേര്, കുതിര, പട്ടാള അങ്ങനെയൊക്കെ ഗംഭീരായിട്ടല്ലേ അവരുടെ വരവ്, രാജാക്കന്മാര് വരുമ്പോ. അപ്പൊ അത്രയാ നൂറുകണക്കിന് ആനകളാണ്. ആ ആനകളുടെ കവിൾത്തടങ്ങളിൽ നിന്ന് ഒഴുകിയിരുന്ന മതധാര കൊണ്ട് പുരമാർഗങ്ങള് വെള്ളം പകർന്നു. അവിടെയുള്ള മാർഗത്തിലൊക്കെ ആനകളുടെ മതജലം ഇങ്ങനെ വീണുണ്ട്. അപ്പൊ പ്രത്യേകിച്ച് പിന്നെ നനയ്ക്കേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. പൊടി വരാതിരിക്കാനേ ആ മതജലം കൊണ്ട് തന്നെ അവിടെ നിറഞ്ഞിട്ടുണ്ടായിരുന്നു, നനഞ്ഞ് കിടക്കുണ്ടായിരുന്നു ആ വീഥികളൊക്കെ. അപ്പൊ എത്ര ആനകൾ ഉണ്ടായിരിക്കും. പിന്നെ വീടുകളുടെ ഉമ്മറങ്ങളിലെ കുലവാഴകളും അടയ്ക്കാക്കുലകളോടുകൂടിയ കവുങ്ങുകളും ഒക്കെ നാട്ടി അലങ്കരിച്ചിട്ടുണ്ട്. ഇങ്ങനെ യദുപുരി എല്ലാം പ്രകാശിച്ചുകൊണ്ടേയിരുന്നു. അത്ര ഗംഭീരമായിട്ടാണ് അലങ്കാരങ്ങള്. കുരുസൃഞ്ജയ കൈകേയ വിദർഭയതു കുന്ദയ വിധോ മുമുദിരേ തസ്മിൻ സംഭ്രമാൽ പരിധാവതാം. ആ കല്യാണഘോഷാവസരത്തില് എത്രയോ രാജാക്കന്മാര് മുഴുവൻ വന്നു ചേർന്നിട്ടുണ്ടല്ലോ. അവരൊക്കെ അത്യുത്സാഹ നിമിത്തം അങ്ങനെ സഞ്ചരിക്കുകയാണ് ആ വീതി കൂടെ. അപ്പൊ എന്താ, പരിചയമുള്ള രാജാക്കന്മാര് ബന്ധുക്കളെയൊക്കെ കണ്ടുമുട്ടാണ്. എതിർച്ചയാ കണ്ടുമുട്ടിയ ആ ഭീഷ്മ പാണ്ഡവാദികളായിട്ടുള്ള കുരുരാജാക്കന്മാരും മറ്റു ബന്ധുരാജാക്കന്മാരായ സൃഞ്ജയാദികളും അന്യോന്യം വളരെ സന്തോഷിച്ചു. എല്ലാവരും കുറെ കാലമായിട്ട് കാണാതിരുന്നവരൊക്കെ എല്ലാവരും ഒന്നിച്ചിങ്ങോട്ട് കാണുകയാണ്. പാണ്ഡവന്മാരും ഭീഷ്മാദികളും എല്ലാവരെയും ഇങ്ങനെ ഒന്നിച്ച് കാണുമ്പോഴുള്ള ഒരു സന്തോഷം, എല്ലാവർക്കും സന്തോഷം മാത്രം. രുക്മിണ്യാഹരണം ശ്രുത്വാ ഗീയമാനം തതസ്തത രാജാനോ രാജകന്യാശ്ച ബഭൂർ വൃഷവിസ്മിത. അപ്പൊ
ഈ സൂത മാഗധാദികള് അവരിങ്ങനെ ഇതിനെ കീർത്തനം ചെയ്യുന്നവരാണ് എല്ലാ സ്ഥലത്തും. ഭഗവാൻ രുക്മിണിയെ ഹരിച്ച ചരിതം ഒരു ഗാനമാക്കിയിട്ട് ഇങ്ങനെ കീർത്തനം ചെയ്തുകൊണ്ട് നടക്കണം. അതിമനോഹര ശബ്ദത്തില് മധുരമധുരമായിട്ട് അവരിങ്ങനെ പാടുകയാണ്. ഇതിങ്ങോട്ട് കേട്ടിട്ട് എല്ലാ രാജാക്കന്മാരും രാജകുമാരികളും അത്ഭുത തപ്തരായി പറയണം. അത്ര സുന്ദരമായിട്ടുള്ള ഗാനങ്ങള് അങ്ങനെ ഉണ്ടാക്കി ഭഗവാന്റെ രുക്മിണി വിവാഹ ചരിതം. പിന്നെ ദ്വാരകയില് ഭഗവാനും രുക്മിണി എങ്ങനെ കുടിവെക്കണു, രുക്മിണി വിവാഹം അതിഗംഭീരമായിട്ട്. ദ്വാരകായാമഭൂത് രാജൻ മഹാമോദ പുരൗകസാ രുക്മിണ്യാ രമയോ വേദം ദൃഷ്ട്വാ കൃഷ്ണം ശ്രിയപതിം. ഹേ രാജാവേ, ദ്വാരകാപുരിയിൽ വസിക്കുന്ന ജനങ്ങളെല്ലാവരും ലക്ഷ്മീ ദേവിയുടെ അവതാരമായ ആ രുക്മിണിയോട് ശ്രീകൃഷ്ണൻ ചേർന്നതായിട്ട് അങ്ങനെ കണ്ടപ്പോ സാക്ഷാൽ ലക്ഷ്മി വല്ലഭനായ മഹാവിഷ്ണു തന്നെ കൃഷ്ണൻ എന്ന് കരുതി ഏറ്റവും ആനന്ദിച്ചു. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ ഉത്തരാർദ്ധേ രുക്മിണീ സ്വയംവരം നാമ ചതുഷ്പഞ്ചാശത്തമോധ്യായ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. രുക്മിണീ വല്ലഭ മാരുതാധീശ്വര മംഗളദായക വെൽക വെൽക. മംഗളം മംഗളം രുക്മിണീ വല്ലഭ മംഗളം മംഗളം മാരുതേശ. മംഗളമേകട്ടെ രണ്ടുപേർക്കും മംഗളമേവർക്കും നേർന്നിടട്ടെ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഈ 54-ാമത്തെ അധ്യായം ആ ശ്രീകൃഷ്ണ രുക്മിണിമാരുടെ ശ്രീപാദങ്ങളില് സമർപ്പിക്കുന്നു. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.